പെട്ടെന്നുള്ള ആ തലകറക്കം നിസ്സാരമാക്കരുത്. സ്ട്രോക്ക് ലക്ഷണമാകാം. ലോകത്താകെ സംഭവിക്കുന്ന മരണകാരണങ്ങളിൽ 2ാം സ്ഥാനമാണ് സ്ട്രോക്കിന്. 4 പേരിൽ ഒരാൾക്ക് പ്രായഭേദമന്യേ ഒരിക്കലെങ്കിലും സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ലക്ഷണങ്ങളെ തിരിച്ചറിയാതെ പോകുന്നതും ലാഘവത്തോടെ എടുക്കുന്നതും ജീവൻ നഷ്ടപ്പെടാൻ പോലും കാരണമാകുന്നു. പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് സൂചനകൾ തുടക്കത്തിൽ സൂക്ഷ്മമായിരിക്കും. പലപ്പോഴും ഇത് അവഗണിക്കുകയാണ് പതിവ്. എന്നാൽ നേരിയ ലക്ഷണങ്ങൾ പോലും പ്രധാനമാണ്. ആരോഗ്യകരമായ ശീലങ്ങളിലൂടെ മിക്ക പക്ഷാഘാത സാഹചര്യങ്ങളും തടയാൻ സാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം ഏതെങ്കിലും കാരണത്താൽ തടസ്സപ്പെടുമ്പോഴാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. തുടർന്ന് മസ്തിഷ്ക കോശങ്ങൾക്ക് ഓക്സിജൻ ലഭ്യമാകാതെ വരികയും അവ നശിച്ചു പോകാൻ തുടങ്ങുകയും ചെയ്യും. ഏത് ഭാഗത്തെ കോശങ്ങളാണോ നശിക്കുന്നത് ആ ഭാഗത്തെ പ്രവർത്തനങ്ങൾ ഇല്ലാതെ വരികയും ഓർമ്മ, കാഴ്ച, കേൾവി, പേശി നിയന്ത്രണം തുടങ്ങിയ കഴിവുകൾക്ക് തടസ്സം നേരിടുകയും ചെയ്യുന്നു. 2 തരത്തിലാണ് സ്ട്രോക്കുകൾ ഉള്ളത്: ഇസ്കെമിക് സ്ട്രോക്കും ഹെമറാജിക് സ്ട്രോക്കും. തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുകയും രക്തത്തിന്റെ സഞ്ചാരം കുറയുകയും ചെയ്യുന്നതാണ് ഇസ്കെമിക് സ്ട്രോക്ക്. രക്തക്കുഴലുകൾ പൊട്ടി തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയും രക്തവിതരണം തടസ്സപ്പെടുകയും ചെയ്യുന്നതാണ് ഹെമറാജിക് സ്ട്രോക്ക്. ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, പുകവലിശീലം, അമിത മദ്യപാനം, അമിതവണ്ണം, ശാരീരിക നിഷ്ക്രിയത്വം, മോശം ഭക്ഷണക്രമം, പ്രായം, ജനിതക ഘടകങ്ങൾ എന്നിവ സ്ട്രോക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. എന്നാൽ ഗർഭകാല സങ്കീർണതകൾ, ഗർഭനിരോധന മാർഗങ്ങളുടെ ഉപയോഗം, ആർത്തവ വിരാമ സമയത്ത് ഹോർമോൺ മാറ്റങ്ങൾ തുടങ്ങിയ ചില സവിശേഷ അപകട സാധ്യതകൾ സ്ത്രീകൾക്കുണ്ടാകാം. തലച്ചോറിലെ അന്യൂറിസം മൂലമുണ്ടാകുന്ന സബ് ആരക്നോയിഡ് ഹെമറേജ് എന്ന പ്രത്യേക തരം സ്ട്രോക്ക് സ്ത്രീകളിലാണ് കൂടുതലായി കാണപ്പെടുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മുഖം താഴേക്ക് കോടിപ്പോവുക, കൈകളുടെ ബലം കുറയാനും സംസാരിക്കാനും ബുദ്ധിമുട്ട് നേരിടാം. പെട്ടെന്നുള്ള തലകറക്കം, തീവ്രമായ തലവേദന, പെട്ടെന്നുള്ള കാഴ്ചക്കുറവ് അല്ലെങ്കിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് മറ്റ് മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ. വ്യായാമം, മതിയായ ഉറക്കം, രക്തസമ്മർദ്ദം നിയന്ത്രിക്കൽ, പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിക്കൽ, ആരോഗ്യകരമായ ഭക്ഷണശീലം, പുകവലി ഉപേക്ഷിക്കൽ, ആരോഗ്യകരമായ ഭാരം നിയന്ത്രിക്കൽ, പതിവ് ആരോഗ്യ പരിശോധനകൾ എന്നിവയിലൂടെ ഏകദേശം 80% സ്ട്രോക്ക് സാധ്യതയും കുറയ്ക്കാവുന്നതാണെന്നും വിദഗ്ധർ പറയുന്നു.